അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. AMMA എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്ന് വിളിച്ചാലും അമ്മ എന്ന് വിളിച്ചാലും ഒരു കുഴപ്പമില്ല. അതെന്താണ്? ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കാം, കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കാം. എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അത് അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. Why they are calling എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തുണ്ട്. 2-3 മാസം അല്ലെ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വഭാഗങ്ങളും കഴുകി കളഞ്ഞു. അങ്ങനെയൊന്നും കഴുകിയാൽ പോകുന്ന ഭാഗങ്ങളല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. കുംഭമേളക്ക് പോയില്ലോ? ഇല്ല. ശബരിമലയുടെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹൂ ഇസ് ദിസ് ഗുഡ് ലുക്കിംഗ് മാൻ? നിങ്ങൾക്ക് ഭയങ്കരമായ സൗന്ദര്യമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയില്ല? എനിക്ക് ഫ്രൈഡേ ഫിലിംസ് എന്നെ വിളിച്ച് 2-3 പടം ചെയ്യേണ്ടതാകുന്നു. ഇത്രയും സുന്ദരനായ നായകനെ, ഇത്രയും സുന്ദരനായ ഒരാളെ വിജയേട്ടൻ എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിംസിൽ കാസ്റ്റ് ചെയ്തില്ല? അതിന് മറുപടി പറഞ്ഞു. ഞങ്ങള് അതെ, അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്ന ഭയങ്കര സൗന്ദര്യമുണ്ട്, ബോഡിയുണ്ട്. മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ നമ്മുടെ വീട്ടിലാരും പറയാറില്ല, അതുകൊണ്ടല്ലേ അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ അമ്മേനെ കണ്ടപ്പോ 4 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സിനിമ ചെയ്ത, ഇന്ത്യൻ സിനിമ ചെയ്ത ആള് ഞാനായിരിക്കും. നല്ല അടികൊള്ളാത്തതിന്റെ അടികപ്പിയാരന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ? അത് എന്റെ പടം ചെയ്തിട്ടോ? എന്തു ചെയ്യാം, സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി. ശ്രീനിവാസന്റെ മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ച? വിനീത് ശ്രീനിവാസന്റെ ബ്രദർ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ശ്രീയേട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ധ്യാനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ഹ്യൂമർ സെൻസ് ഇന്നുള്ള പല ന്യൂ ജനറേഷൻസിന് ആക്ടേഴ്സിനും ഇല്ലെന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. അമ്മയിലെ മെമ്പറാണോ? ആണ്. ആണ്.